എന്തുകൊണ്ടാണ് അമേരിക്കയെ പോലുള്ള സുപ്രീം പവേഴ്സുകളും റഷ്യയെ ഭയക്കുന്നത്? വെപ്പൺസിലും എക്കോണമിയിലും റഷ്യയേക്കാൾ മുൻപന്തിൽ നിന്നിട്ട് പോലും അമേരിക്ക റഷ്യയെ ഭയക്കുന്നു. ലോകം മുഴുവനും ഭയക്കുന്നു. ആൻഡ് ദ റീസൺ ഈസ് റഷ്യസ് ഡെഡ് ഹാൻഡ്. യെസ്, റഷ്യ ഫോർമർ പ്രൈം മിനിസ്റ്റർ ദിമിത്രി മെദ്വേദേവ് അമേരിക്കൻ പ്രസിഡന്റോട് പറഞ്ഞ ദ സെയിം ഡെഡ് ഹാൻഡ്. എന്താണ് ഡെഡ് ഹാൻഡ്? അതിനെക്കുറിച്ച് പറയുന്ന മുന്നേ കോൾഡ് വാറിനെ പറ്റി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം രണ്ട് മേജർ പവേഴ്സാണ് ലോകത്തുണ്ടായി വന്നത്. ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സും സെക്കൻഡ്ലി സോവിയറ്റ് യൂണിയനും. തുടക്കത്തിൽ അവർ ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റിൽ ഏർപ്പെട്ടില്ലെങ്കിലും അവർ ലോകം ഭരിക്കണമെന്ന ഉദ്ദേശത്തിൽ പൊളിറ്റിക്കലിയും മിലിറ്ററി പരമായിട്ടും ഐഡിയോളജിക്കൽ പരമായിട്ടും US-ഉം സോവിയറ്റ് യൂണിയനും പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇതൊരു ഡയറക്റ്റ് വാർ അല്ലാത്തത് കൊണ്ടും എന്നാൽ ഇൻഡയറക്റ്റ് വാർ ആയതുകൊണ്ടും ഇതിനെ കോൾഡ് വാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവർ പരസ്പരം പ്രോക്സി വാർസ്, അതായത് ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റിൽ ഏർപ്പെടാതെ ശത്രു രാജ്യത്തിന് ശത്രുവിനെ മിത്രമാക്കിക്കൊണ്ട് അവരെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരുതരം സ്ട്രാറ്റജിക്കൽ വാർസ് ഫോർമുല ആയ പ്രോക്സി വാർസിലും ദെൻ ന്യൂക്ലിയർ രംഗത്തും സ്പേസ് രംഗത്തും മേൽക്കൈ കൊണ്ടുവന്നുമൊക്കെയാണ് പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. സ്പേസ് രംഗത്തും ന്യൂക്ലിയർ രംഗത്തും അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒരുപോലെ മേൽക്കൈ കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. അങ്ങനെ ഇരിക്കുമ്പോൾ 1970കളുടെ അവസാനം സോവിയറ്റ് യൂണിയനിലെ ചില ശാസ്ത്രജ്ഞന്മാർക്കും സൈനിക മേധാവികളും ഒരു വിചിത്ര ആശയം മുന്നോട്ട് വെച്ചു. അമേരിക്കയുമായി ഒരു ഡയറക്റ്റ് അറ്റാക്ക് ഉണ്ടായാൽ അതിൽ സോവിയറ്റ് യൂണിയനിലെ നേതാക്കന്മാർ ആദ്യം കൊല്ലപ്പെട്ടാൽ അവരുടെ മിസൈലുകൾക്ക് ഉത്തരവിടുന്നത് ആരാണെന്ന ചോദ്യത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ആശയമായിരുന്നു അത്. ഈ ഒരു ആശയത്തിന്റെ ഫലമായിരുന്നു 1985 കണ്ടെത്തിയ പെരിമീറ്റർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന് പിന്നീട് ലോകം പറഞ്ഞത് ദ ഡെഡ് ഹാൻഡ് എന്ന പേരിലാണ്. ഈ ഒരു സിസ്റ്റത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ നശിച്ചാലും സോവിയറ്റ് യൂണിയന്റെ ഒരു ശത്രു രാജ്യങ്ങൾ പോലും പിന്നീട് ബാക്കി ഉണ്ടാകരുത് എന്നുള്ള പ്രതികാരപരമായ നടപടിയാണ്. എന്താണ് ഡെഡ് ഹാൻഡ് അഥവാ പെരിമീറ്റർ സിസ്റ്റം? ഇതൊരു മിസൈലാണോ അതോ ഒരു ന്യൂക്ലിയർ ബോംബാണോ? നമുക്കിതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്ന് കടന്നു ചെന്ന് നോക്കാം. ഇതൊരു സാധാരണ മിസൈൽ അല്ല, ഇതൊരു മിസൈൽ കമാൻഡറാണ്. ഈ ഡിവൈസിൽ പലതരം സെൻസേഴ്സും ഡിറ്റക്ടേഴ്സും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസേഴ്സ് ഉപയോഗിച്ച് ന്യൂക്ലിയർ ബോംബ് ഒരു രാജ്യത്ത് വിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന ബ്ലാസ്റ്റിൽ നിന്ന് ഉണ്ടാകുന്ന ഭൂമികുലുക്കത്തിന് റെക്ടർ സ്കെയിലാക്കാനും റേഡിയേഷൻസ് മനസ്സിലാക്കാനും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ചേഞ്ചസ് ഡിറ്റക്ട് ചെയ്യാനുമുള്ള സെൻസേഴ്സും അതോടൊപ്പം മോസ്കോ മിലിറ്ററി കമാൻഡുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ചെയ്യാനുമുള്ള സംവിധാനങ്ങളും ഉണ്ട്. ഇത് സ്റ്റാൻഡ് ബൈ മോഡിൽ, അതായത് ഓഫ് മോഡിലായിരിക്കും. പക്ഷേ അത് എപ്പോൾ വരെ? അവിടെയാണ് ദ ഡെഡ് ഹാൻഡ് എന്ന പേര് അർത്ഥവത്താക്കുന്നത്. എപ്പോഴാണ് സോവിയറ്റ് യൂണിയനിൽ ഒരു ന്യൂക്ലിയർ ബോംബിംഗ് ഉണ്ടാകുന്നത്? തത്ഫലമായി സോവിയറ്റ് യൂണിയനിലെ കംപ്ലീറ്റ് സൈനികരും നേതാക്കളും കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ ദ ഡെഡ് ഹാൻഡ് വിൽ സ്റ്റാർട്ട് ടു റൈസ്. ചാരത്തിൽ നിന്നൊരു ഫീനിക്സ് പക്ഷിയെ പോലെ അതിന്റെ യജമാനന്മാരെ കൊന്നവരില്ലാതാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് അത് നീങ്ങി തുടങ്ങും. വൺസ് ന്യൂക്ലിയർ ബോംബിംഗ് വിക്ഷേപിച്ച് കഴിയുമ്പോൾ ആ രാജ്യത്തുണ്ടാകുന്ന എയർക്കേക്കും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ചേഞ്ചസും ലൈറ്റ് ഇന്റൻസിറ്റിയും ഡെഡ് ഹാൻഡ് സെൻസറിന്റെ സഹായത്തോടെ ഡിറ്റക്ട് ചെയ്യും. അത് ഡിറ്റക്ട് ചെയ്തതിനു ശേഷം ഈ ഡെഡ് ഹാൻഡ് സ്റ്റാൻഡ് ബൈ മോഡിൽ നിന്നും ആക്ടിവേറ്റ് മോഡാകും. അതിനുശേഷം കുറച്ചു നേരം ഇത് വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തന്റെ യജമാന്റെ ഏതെങ്കിലും നിർദ്ദേശം വരുമോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ നിർദ്ദേശങ്ങൾ ഒന്നും വന്നിട്ടില്ല എങ്കിൽ ഡെഡ് ഹാൻഡ് കൺഫേം ചെയ്യും യജമാന്മാരെല്ലാം മരണപ്പെട്ടിരിക്കുന്നു. സോ ഡെഡ് ഹാൻഡിന്റെ പണി തുടങ്ങാൻ സമയമായിരിക്കുന്നു. അതിനുശേഷം ഈ ഡെഡ് ഹാൻഡ് ഒരു കമാൻഡ് മിസൈലിന് നിർദ്ദേശം കൊടുക്കും. ഈ കമാൻഡ് മിസൈൽ ആക്ടിവേറ്റ് ചെയ്ത് മുകളിലേക്ക് പറന്നുയർന്നതിന് ശേഷം സോവിയറ്റ് യൂണിയനിലെ പലയിടത്തായി സ്ഥാപിച്ചിരിക്കുന്ന സ്ട്രാറ്റജിക് ബോംബേഴ്സിനും ന്യൂക്ലിയർ മിസൈലിനും ആക്ടിവേറ്റ് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കും. ഈ കമാൻഡ് കിട്ടിയതിനു ശേഷം ഈ മിസൈലുകൾ അവയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കും. സോവിയറ്റ് യൂണിയന്റെ പ്രഖ്യാപിത ശത്രുവാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ പല ന്യൂക്ലിയർ മിസൈലും അമേരിക്കയെ ലക്ഷ്യമാക്കിയാണ് അവർ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ലോകത്തെ സുപ്രീം പവറായ അമേരിക്ക പോലും ഇന്നത്തെ റഷ്യയോട് ഡയറക്റ്റ് ആയിട്ട് വാറിന് തയ്യാറാകാത്തത്. ഇന്നും മറ്റു രാജ്യത്തിന് ഡെഡ് ഹാൻഡിന് സമാനമായ ഒരു സാങ്കേതിക വിദ്യ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. താൻ നശിച്ചാലും തനിക്ക് ശേഷം തന്റെ ശത്രുക്കൾ വാഴാൻ പാടില്ല എന്നുള്ളൊരു പ്രതികാരപരമായ ഒരു ചിന്തയാണ് ഡെഡ് ഹാൻഡ് എന്ന ഈ സാങ്കേതിക വിദ്യ. ഇനി നിങ്ങളോടാണ് ചോദ്യം, ഡു വി റിയലി നീഡ് എ സിസ്റ്റം ലൈക്ക് ഡെഡ് ഹാൻഡ് ഇൻ അവർ കൺട്രി? In my opinion, yes, we need. Because ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളിടത്തോളം കാലം മറ്റൊരു രാജ്യം നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒന്ന് ഭയക്കും. ഇനി നിങ്ങൾ പറ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം?